ഞാന് കോളേജ് കയറിയതിന് ശേഷമാണ് ഒപ്പന കളിക്കാൻ പോണത്. ഞാൻ നോർത്ത് സോൺ ഇന്റർ സോണൊക്കെ ഒപ്പന പോയി. അപ്പൊ ഉപ്പ ഇങ്ങനെ ചോദിച്ച്, എപ്പോഴും കൈമേൽ മൈലാഞ്ചി ഉണ്ടാവല്ലോ ഒപ്പനൊക്കെ ആയിട്ട്. അപ്പൊ ഉപ്പ ചോദിച്ചത്, എന്താ മെഡിക്കൽ കോളേജിൽ എന്നാണോ പഠിക്കണത്? ഉപ്പ ഇങ്ങനെ ചോദിക്കുന്നത്, എന്താ മെഡിക്കൽ കോളേജ് തന്നെ പഠിക്കുക, അവിടെ ക്ലാസ് ഒന്നും ഇല്ലേ, എക്സാം ഒന്നും ഇല്ല, എന്നും പരിപാടി. ഇപ്പം എന്തെങ്കിലും കോൺസേർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ യൂണിയൻ ഇനാഗ്രേഷൻ ഉണ്ടാവും, PGയുടെ ഉണ്ടാവും, പിന്നെ പാരമെന്റ്, അങ്ങനെ ഓരോരുത്തരും എല്ലാ കോഴ്സിനും ഓരോരോ പരിപാടികൾ ഉണ്ടാകുമ്പോൾ അവിടെ അങ്ങനെ പരിപാടി നടന്നുകൊണ്ടിരിക്കും. ഫ്രീഡം ഒബ്വിയസ്ലി നല്ല ഫ്രീഡം ഉണ്ടാവും, ഫ്രീഡം ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം കുറെ പഠിക്കാണ്ടെങ്കിലും ഞാനൊന്നും കംപ്ലൈന്റ് ചെയ്യാത്തത്. ഞാൻ എനിക്ക് കോളേജ് ക്വിറ്റ് ചെയ്യണം, മാറിപ്പോണമെന്നൊന്നും ഞാൻ പറയൂല. കാരണം എനിക്ക് നല്ല ഫ്രീഡം ഉണ്ട്. പിന്നെ ഈ പരിപാടികൾ കുറെ ഉണ്ടാവും. നമ്മൾ ഇന്റേൺഷിപ്പ് ഒക്കെ കയറി കഴിഞ്ഞിട്ട് അവിടെ കാണാത്ത അസുഖങ്ങൾ ഉണ്ടാവില്ല, എല്ലാ ടൈപ്പ് ഓഫ് രോഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ പഠിക്കും. അപ്പൊ നമുക്ക് ശരിക്കും മാനേജ്മെന്റ് അറിയും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. എമർജൻസി മാനേജ്മെന്റ് ആണെങ്കിലും ഇപ്പൊ കാഷ്വാലിറ്റിയിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കാഷ്വാലിറ്റിയിൽ പോകുമല്ലോ. അപ്പൊ ആ സമയത്ത് തന്നെ കുറെ പേഷ്യൻസ് വരുന്നുണ്ടാവും, കുറെ ആക്സിഡന്റ് കേസും അങ്ങനെയായിട്ട് കുറെ പെട്ടെന്ന് വരുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഇങ്ങനെ കാണാം. ഡോക്ടേഴ്സ് ഇപ്പൊ ഈ വൈറസ് മൂവി കണ്ടിട്ടില്ലേ, അപ്പൊ അതിലെ കാഷ്വാലിറ്റി സെറ്റിംഗ് കണ്ടിട്ടില്ല, അതുപോലെ തന്നെ ഏകദേശം ആ മ്യൂസിക് ഒന്നും ഇല്ലാന്നുള്ളൂ. കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ടോടാ HSമാരെ ഇങ്ങോട്ടോടാ, അങ്ങനെയൊക്കെ ഇല്ല. അതൊക്കെ റിയലി നമ്മൾ നടക്കുന്നത്, കാഷ്വാലിറ്റി നടക്കുന്നതാ. അപ്പൊ അതൊക്കെ നമ്മള് ഓരോന്നിങ്ങനെ കണ്ടു പഠിക്കണം. അവിടെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തും, അത് കിട്ടും നമുക്ക്. അങ്ങനെയാണ് ഈ ഒരു കോഴ്സിന്റെ പോക്ക്. ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പൊ? എന്റെ ലൈഫ് ചേഞ്ച് ആയത് ഞാൻ കോളേജ് കയറിയതിന് ശേഷം. അതുവരെ ഒരേ ഫ്ലോയിൽ ഇങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയോണ്ട് ലൈഫാ. കോളേജ് കയറിയ പ്രശ്നങ്ങളും ഉണ്ട്, പ്രശ്നങ്ങളില്ലാത്ത ദിവസങ്ങളും ഉണ്ട്. പക്ഷെ കുറെ ചേഞ്ച് ആയി. മീൻസ് ലൈഫില് ഞാൻ ശരിക്കും എടുത്ത വലിയൊരു തീരുമാനം ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുന്നതാ. കംഫർട്ട് സോണിന് പുറത്തു വന്നു. ചില ദിവസങ്ങളിൽ ജോയിൻ ചെയ്ത് ഒരു മാസമൊക്കെ എനിക്ക് പറഞ്ഞു, ഞാൻ MBBS എന്തിനാ അടുത്ത്, ഇത് എന്റെ തീരുമാനമായിപ്പോയി. വേറെ ആരെ തീരുമാനമാണ് ഞാൻ അയാളങ്ങനെ പിടിച്ചിട്ട് അടിച്ചേനെ. പക്ഷെ എന്റെ തീരുമാനമായിപ്പോയി. ഞാൻ ഐഡിയ എന്റെ കയ്യിൽ പോയെ MBBS. പിന്നെ എന്നെ തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കും, എന്തിനാ ഞാൻ ഇതെടുത്തെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒരു മാസം കഴിഞ്ഞപ്പോ ഞാൻ റിയലൈസ് ചെയ്തു, ഇതിങ്ങനെ തന്നെയാണ്, ഇതിനോട് അഡ്ജസ്റ്റ് ആയിട്ട് പോകണം എന്നുള്ള രീതിയിൽ. അപ്പൊ അതിനുവേണ്ടി അഡ്ജസ്റ്റ് ആയി കുറെ കാര്യങ്ങൾ ആ ഒരു സംഭവത്തിന്, മീൻസ് ആ പഠിത്തത്തിന്റെ ഇടയിലത്തോടെ തന്നെ ബാക്കിയുള്ള എന്റെ പാഷൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് പോകാൻ തുടങ്ങി. ലൈഫ് എൻജോയ് ചെയ്യുന്നു ഇപ്പം. എന്തായാലും ഇപ്പൊ ഹാപ്പിയാണ്. 2 വർഷം പോയത് അറിഞ്ഞില്ല. 2 വർഷം ശരിക്കും പോയി, പെട്ടെന്ന് പോയി. ഇപ്പൊ ഇന്നലെയാണ് കറക്റ്റ് 2 years കഴിഞ്ഞത്. ഞങ്ങളുടെ 2 years മീൻസ് അക്കാഡമിക് ഇയർ കേട്ടോ കഴിഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി 3.5 വർഷം ഉണ്ട്. ഞാനിങ്ങനെ ആലോചിക്കുമ്പോ 2 വർഷം കഴിഞ്ഞ് കുറച്ചും കൂടി അല്ലല്ലോ, ഇതിനേക്കാളും ഉണ്ട് ഇനി ബാക്കി. പക്ഷെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ നിങ്ങളോടൊക്കെ വന്ന് സംസാരിക്കാൻ പറ്റുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ ഈ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തോണ്ടായിരിക്കുമല്ലേ. അപ്പം അതൊക്കെ ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്.